ഹൗസ് ഓഫ് പാഷൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിഥി ആരാണെന്ന് അറിയണ്ടേ? സിനിമാ പിന്നണി ഗായികയും ലിറിസിസ്റ്റുമായ സിംഗർ സോണി മോഹനാണ്. സോണി, വെൽക്കം. ഹായ്. ഹായ്. സോണി നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു എന്താ പറയുക, അറിയാൻ ആഗ്രഹം ഉണ്ടാവും, സോണിയെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ, സോണി ഈ സംഗീതത്തിലേക്ക് വന്ന വഴി എങ്ങനെയാണ് അച്ഛനും അമ്മയും എങ്ങനെയാണ് ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ അതോ എങ്ങനെയാണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ. അങ്ങനെ സംഗീത പാരമ്പര്യമുള്ളൊരു ഫാമിലി അല്ല, പക്ഷേ എൻ്റെ ഡാഡി അത്യാവശ്യം പാടും, എൻ്റെ സിബ്ലിങ്സ് എല്ലാവരും അത്യാവശ്യം പാടും. ഇതൊരു പ്രൊഫഷനാക്കി എടുത്തത് എൻ്റെ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. ചെറുപ്പം തൊട്ട് പാടുമായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ ഫാമിലിയിൽ തന്നെ ഓരോ ഗാദറിങ്സിനും ഫങ്ഷൻസിനും ഒക്കെ ഇങ്ങനെ പാടുമ്പോൾ അങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് എന്തായാലും ഈ കുട്ടീനെ പാട്ട് പഠിപ്പിക്കാൻ വിടണം. ആൻഡ് ഒബ്വിയസ്ലി എൻ്റെ പേരൻസിനും തോന്നി അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ 5th പഠിക്കുമ്പോഴാണ് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. പിന്നെ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ചെറുപ്പം തൊട്ട്. പിന്നെ സ്കൂൾ കോളേജിലൊക്കെ കോമ്പറ്റീഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതാണല്ലോ നമ്മുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻസ് ആണ്, സ്കൂൾ കോമ്പറ്റീഷൻസ് ആണ് നമ്മുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അത് റിയാലിറ്റി ഷോകളിൽ എന്തെങ്കിലും? ഞാൻ ഗന്ധർവ സംഗീതം ജൂനിയർ റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 6th 7th പഠിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റിയാലിറ്റി ഷോയിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഗുരുനാഥന്മാരെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിക്കുന്നത് നാട്ടിൽ തന്നെയുള്ള തൃക്കുളം വിനോദ് എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ്. പിന്നീട് 2-3 വേറെ ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ചു. ഇപ്പോൾ കാർത്തിക മാമിൻ്റെ അടുത്ത്, കാർത്തിക വൈദ്യനാഥ മാമിൻ്റെ കീഴിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടെന്നോ? അതെ, ഞാൻ ഓൺലൈനായിട്ട് കർണാട്ടിക് ആൻഡ് ഫിലിം സോങ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഫിലിം സോങ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഐ മീൻ ഇപ്പം അതൊരു എനിക്കൊരു പുതിയൊരു അതെന്താ? ചിലർക്ക് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാനായിരിക്കും ആഗ്രഹം. ചിലർക്ക് അവർക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാംസിനൊക്കെ, അതും ചെറിയ കുട്ടികളായിരിക്കില്ലേ കൂടുതലും, കുറച്ച് മുതിർന്ന ആൾക്കാരായിരിക്കും. നമുക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഗ്രൂമിംഗ് നൽകാന്ന് പറയില്ലേ? അതെ അതെ, അതിന്റെ തന്നെ അല്ലേ? അങ്ങനെയും ഞാൻ ചെയ്തിട്ടുണ്ട്. ടോപ്പ് സിംഗറിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഗ്രൂം ചെയ്യാറുണ്ടായിരുന്നു. അല്ലാതെ ഇപ്പം ക്ലാസ് ആയിട്ട് എടുക്കുമ്പം ചിലർക്ക് അവർ പ്രിഫർ ചെയ്യുന്നത് ക്ലാസിക്കൽ കർണാട്ടിക് മ്യൂസിക് ആയിരിക്കും, ചിലർക്ക് ഫിലിം സോങ്സ് ആയിരിക്കും. രണ്ടും ചെയ്യാറുണ്ട്. ചില പാരന്റ്സിന് അവർക്ക് ഫിലിം സോങ്സ് പാടി കേൾക്കണം മക്കൾ, അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അത് എനിക്കുള്ള സ്റ്റുഡൻസ് 6 to 60 ഏജിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ കൂടുതൽ ഇപ്പം ഡാൻസ് ആയാലും മ്യൂസിക് ആയാലും ഇപ്പൊ അങ്ങനെയുള്ള കുറേ സ്റ്റുഡൻസ് ആ ഒരു പ്രായം, ആ ഏജ്, റിട്ടയർമെന്റ്, ആഫ്റ്റർ റിട്ടയർമെന്റ് ഇതിലേക്ക് കൂടുതൽ എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ കുറേ ഉണ്ടല്ലേ? ഞാൻ തന്നെ ഇനി പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണമെന്ന്. അപ്പം ഇപ്പോഴാണ് ഞാനൊന്ന് ആലോചിക്കുന്നത്, ഒരു പ്രായം എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയത്ത് നമുക്ക് ചിലപ്പം കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ ഓക്കെ ഇപ്പോഴെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു പിന്നീട് വിഷമിക്കാൻ ഒരു ഇടവരണ്ടല്ലോ എന്ന് ആലോചിച്ച് ഇപ്പം ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ. ഈ ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളെ കുറിച്ച് എന്തെങ്കിലും? കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിൽ കലാതിലക ആയിരുന്നു. ഓക്കെ. ഞാൻ ലൈറ്റ് മ്യൂസിക് കഥാപ്രസംഗം. ഏത് കോളേജിലായിരുന്നു? ഞാൻ ഗവൺമെൻറ് പോളിടെക്നിക് ചേളാരിയിലായിരുന്നു. ഓക്കെ. ആദ്യം ഞാൻ ഡിപ്ലോമയാണ് ചെയ്തത്. പിന്നെ BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പിന്നെ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പം കലാതിലകമായിരുന്നു. പിന്നെ അംഗീകാരം. ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ? ഇല്ല, ഡാൻസ് ഇല്ലായിരുന്നു, മ്യൂസിക് മാത്രം. മോണാക്ട് കഥാപ്രസംഗം. ഓക്കെ. മ്യൂസിക് മോണാക്ട് കഥാപ്രസംഗമൊക്കെ നമുക്ക് പല ശരിയാണ്. ഞാനും വിചാരിച്ചു കലാതിലകം എന്ന് പറയുമ്പോൾ നമുക്കൊരു വേറൊരു ഇതും കൂടി എടുക്കണമല്ലോ. അതാണ് ഞാൻ മെയിനായിട്ട് ചോദിച്ചത്. ഡാൻസ് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം പ്രധാനമായിട്ടും ഇപ്പം ഒരു ആസ് എ സിംഗർ നമുക്ക് എല്ലാ മ്യൂസിക്കും ഇഷ്ടമാവും. എങ്കിലും സോണിക്ക് കംഫർട്ട് എന്ന് തോന്നുന്നൊരു മ്യൂസിക് സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. എന്താണ്? ഈ പെപ്പി സോങ്ങുകളാണ്? യെസ്, പാടുന്നത് തന്നെ. പണ്ടൊക്കെ മെലഡീസ് മാത്രമായിരുന്നു ഞാൻ പാടിയിരുന്നത്. ഇപ്പോൾ പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ബാൻഡ് ഉണ്ട്, പ്രൊജക്ട് GS. അല്ലാതെ ഞാൻ വേറെ ബാൻഡ്സിൽ ഫീച്ചറിങ് ആർട്ടിസ്റ്റായിട്ടും പാടാറുണ്ട്. അപ്പം നമുക്ക് സ്റ്റേജിൽ വരുമ്പം മെലഡീസ് മാത്രമായിട്ട് പറ്റില്ലല്ലോ, സ്പീഡിലുള്ള പാട്ടുകൾ വേണം, അതിന്റെ പെർഫോമൻസ്. ഓൾറൗണ്ടർ ആയാലേ നമുക്കത് കൂടുതൽ. അപ്പോൾ ഇപ്പം അത്യാവശ്യം എല്ലാ ജോണിലുള്ള പാട്ടുകളും പാടാൻ ശ്രമിക്കാറുണ്ട്, പാടാറുണ്ട്. അതെ. അപ്പോൾ സോണിക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു പാട്ട്
പാടാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാമോ? ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമാ പാട്ട് പാടാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ പാട്ട് കുറച്ച് ആ സമയത്ത് വൈറലായിരുന്നു നമ്മുടെ റീൽസിലും ഒക്കെ ആയിട്ട്. അപ്പം ഇപ്പോഴും ഞാൻ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് ഈ പാട്ട് പറയുമ്പോൾ ഓ ആ പാട്ട് പാടിയത് ഇയാളാണോ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം അതാണ്, ആ സിംഗറെ നമ്മൾ അറിയില്ല അല്ലേ. ആ പാട്ട് എല്ലായിടത്തും ഭയങ്കര ഫേമസ് ആയിരിക്കും, പക്ഷെ സിംഗറെ നമ്മൾ അറിയില്ല. അപ്പൊ എന്തായാലും ഇതിൽ കൂടെയെങ്കിലും സോണിയാണ് ആ പാട്ട് പാടി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാട്ട് അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ അറിയാം എന്നുള്ളതുകൊണ്ട് ഇപ്പം ഷോസിന് പോകുമ്പോഴാണെങ്കിലും ഇതുപോലെ ഇൻ്റർവ്യൂസിനാണെങ്കിലും ഒക്കെ ഞാൻ ആദ്യം ഈ പാട്ട് പാടാം. കാരണം ഇപ്പം നമ്മുടെ ഒരു ആദ്യത്തെ ഒരു പാട്ടാണല്ലോ. അപ്പം എന്നെ ഒരു പ്ലേ ബാക്ക് സിംഗർ എന്ന് പറഞ്ഞൊരു അംഗീകാരം എനിക്ക് കിട്ടിയത് ഈ പാട്ട് പാടിയിട്ടാണ്. ആ സിനിമയിൽ 3 പാട്ട് പാടി ആക്ച്വലി. എൻ്റെ ആദ്യത്തെ സിനിമയിൽ മൂവി ഏതായിരുന്നു? 4 years രഞ്ജിത്ത് ശങ്കർ സാറിൻ്റെ മൂവിയായിരുന്നു. ശങ്കർ ശർമ്മ ചേട്ടനായിരുന്നു മ്യൂസിക് ചെയ്തത്. ഓക്കെ ശങ്കർ എനിക്കറിയാം. ഓക്കെ അപ്പം അതിൽ ഒരു പാട്ട് ഞാൻ പാടാം. ഓക്കെ ഫൈൻ. ഇളം തേൻ കാറ്റായി പാറി വന്നു നീ പരാഗമായി അരൂപിയായി പെയ്തൊഴിഞ്ഞ പാട്ടായി പോയകന്നു നീ വിലോലമായി അശാന്തമായി വിഷാദം നീ വിചാരം നീ സ്വകാര്യം നീ പ്രയാണം നീ വികാരം നീ വിദൂരം നീ അനേകം നീ പ്രദോഷം നീ എൻ കനവിൽ നിൻമിഴികളുമിൻ മിഴിയിൽ നിന്നിനവുകളിൻ നിലവിൽ നിൻ മൃദുല സംഗീതം ഇൻ ശ്രുതിയിൽ നിൻ വരികളുമിൻ വരിയിൽ നിന്നിനവുകളിൻ നിലവിൽ നിൻ മോഹ സല്ലാപം. ആക്ച്വലി ഞാനും ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഇത് അറിയുന്നത്. നമുക്ക് ഈ ഒരു ഇപ്പൊ ലാസ്റ്റ് കേട്ടിട്ടുണ്ടോ? പിന്നെ കേട്ടിട്ടുണ്ടേ. അതായത് നമുക്ക് ഈ പാട്ട് ഇങ്ങനെ ആൾക്കാർ കേൾക്കണമെന്ന് കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അതെ കാരണം നമുക്ക് ആ സിംഗർ ഇങ്ങനെ ഈ പാട്ട് ഫേമസ് ആകുമ്പോൾ ആ സിംഗറും കൂടി അറിയപ്പെടണം എന്നൊക്കെ നമ്മൾ പേഴ്സണലി നമ്മൾ ആഗ്രഹിക്കുന്ന ഇല്ലേ. അപ്പൊ അതെല്ലാവരും ഒന്ന് കേൾക്കട്ടെ, സോണിയാണ് അത് പാടിയിരിക്കുന്നത്. പക്ഷേ ഈ പാട്ടെങ്കിലും ഇത്രയും ആൾക്കാർ കേൾക്കണമെന്ന് പറയണത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതെ ഇപ്പോൾ സിംഗേഴ്സ് പല ആളുകളും ഇപ്പോൾ പ്ലേ ബാക്ക് സിംഗേഴ്സ് ആയാലും എല്ലാ സിംഗേഴ്സ് ആയാലും പൊതുവേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ കവർ സോങ്സ് ആണ് അല്ലേ. നമുക്ക് സ്വന്തമായിട്ട് അവിടെ നമുക്കൊരു ഫ്രീഡം ഉണ്ട്, നമ്മുടെ ഒരു ശൈലിയിലും ഒക്കെ നമുക്ക് പാടാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് സോണി അബൌട്ട് കവർ സോങ്, എന്താണ് അഭിപ്രായം? ചെയ്തിട്ടുണ്ടോ? കവർ സോങ്സ് ഇപ്പോഴും ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കോവിഡ് സമയത്താണ് ഞാൻ ഞാൻ അതുവരെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കോവിഡ് സമയത്ത് ക്ലാസ്സൊക്കെ നിന്നു. അപ്പം അടച്ചു വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു മ്യൂസിക് എന്ന് പറയുന്നത്. കോളേജൊക്കെ കഴിഞ്ഞ് പിന്നെ അത്രയൊരു എന്തോ ഒരു കാരണം കൊണ്ട്, പക്ഷേ വീട്ടിലെ എല്ലാവർക്കും ഇപ്പം എൻ്റെ പേരൻസിനാണെങ്കിലൊക്കെ ഞാനൊരു പിന്നണി ഗായികയായിട്ട് വരണം, പാട്ട് തന്നെ എൻ്റെ കരിയറായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഫാമിലിയുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ എൻ്റെ എന്തോ ഒരു ആ സമയത്ത് ഞാനത് വിട്ട് നിൽക്കുമായിരുന്നു. കോവിഡ് വന്നപ്പോഴാണ് എനിക്കൊരു പെട്ടെന്നൊരു ബോധോദയം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് എന്നുള്ള പോലെ എൻ്റെ കുറച്ച് നല്ല ഫ്രണ്ട്സിൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നു ആ സമയത്ത്. കോവിഡ് സമയത്ത് നമുക്ക് എല്ലാവർക്കും കുറെ തിരിച്ചറിവുകളുണ്ട്. ആലോചിക്കാനും ചെയ്യാനും തിരിച്ചറിയാനും ഒക്കെ ഉള്ളൊരു സമയം ഉണ്ടായതുകൊണ്ട് ഞാൻ അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. കവർ സോങ്സ് പാടിയിടാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് ആ ടൈമിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗൗതം വിൻസെന്റ്. അപ്പം ആളുടെയും ഒരു സപ്പോർട്ട് ഫ്രം ദെയർ ഇവിടെ വരെ ഇപ്പോഴും ഉണ്ട്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലേ, ഈ ഒരു ഇതിൽ നിൽക്കുമ്പോഴും. അതെ തീർച്ചയായിട്ടും. ഇപ്പം കവർ സോങ്സ് അപ്പം തൊട്ട് പാടിയിടാൻ തുടങ്ങുന്നു. ഇപ്പം എൻ്റെ ഫസ്റ്റ് മൂവിയിലേക്കുള്ളൊരു എൻട്രി എന്ന് പറയുന്നതും ഞാൻ പാടിയ കവർ സോങ്സ് ഓഡീഷൻ അയച്ചു കൊടുത്തിട്ടായിരുന്നു എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ പാട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് പാടുക, അല്ലെങ്കിൽ പഴയ പാട്ടുകൾ തന്നെ. ഇപ്പം ഞാൻ കുറച്ചായിട്ട് പഴയ പാട്ടുകൾ കുറേ
കവേഴ്സ് ചെയ്യാറുണ്ട്. അത് അത്യാവശ്യം ഇങ്ങനെ റീച്ച് ആവുന്നുണ്ട്. കാരണം ആ പഴയ പാട്ടുകളാണ് ആളുകൾക്ക് ഇപ്പോഴും കേൾക്കാൻ ഇഷ്ടം എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. എങ്ങനെയാ ഈ നമ്മൾ വോയിസ് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അത് എങ്ങനെയാണ്? ഈ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ളതാണോ, അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പ്രത്യേക സമയം ഉണ്ടാക്കി? ഇപ്പം ഏർലി മോർണിംഗ് ചില ആളുകൾ പറയും ഏർലി മോർണിംഗ് എഴുന്നേറ്റ് പാടുക. ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല, പക്ഷേ ഏറ്റവും നല്ലത് രാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ലൈക്ക് പ്രാക്ടീസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് രാവിലെ നമ്മൾ കീഴ്സ്ഥായി വരിശകൾ പാടുക, ഉച്ചയ്ക്ക് ഒരു മധ്യസ്ഥായി, വൈകിട്ടാകുമ്പോഴത്തേക്കും മേൽസ്ഥായി. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർ രീതിയൊന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിലും അങ്ങനെ ചെയ്യണം എന്നാണ്. അതിനുള്ളൊരു സമയം അല്ലെങ്കിൽ മേ ബി നമ്മൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നടക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്യാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 1 ടൈം എന്തായാലും ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ഇതൊക്കെ തന്നെ ഇപ്പോൾ പഠിപ്പിക്കുമ്പോഴായാലും അത് നമുക്കൊരു പ്രാക്ടീസാണ്. നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകളായാലും അതും നമ്മുടെ ഒരു പ്രാക്ടീസാണ്. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഇതിലേക്ക് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം തിരിച്ചറിവ് വരാൻ വൈകി, പക്ഷെ വന്നു കഴിഞ്ഞപ്പം എന്തായാലും ഇനി ഇതാണ് എൻ്റെ കരിയർ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ലൈഫ് എന്നുള്ളൊരു വേറെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബിഫോർ 2020 ഞാൻ ക്ലാസ് എടുത്തിരുന്നു. IT-യിൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് മ്യൂസിക് ഫുൾ ടൈം മ്യൂസീഷ്യനായിട്ട് ഇപ്പം ഉള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ഏതൊരു സിംഗറിനും ഒരു റോൾ മോഡൽസ് ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും നമുക്കിങ്ങനെ TV-യിലൊക്കെ കാണുമ്പോൾ ഇന്ന ആളെ പോലെ എനിക്കൊന്ന് പെർഫോം ചെയ്യണം എന്നുള്ളൊരു എന്തായാലും ഉണ്ടാവില്ലേ, ആർക്കായാലും ഉണ്ടാവും. ഇപ്പം സോണിക്കൊരു റോൾ മോഡൽ എന്ന് പറയാനായിട്ട് ഞാൻ ചോദിക്കുമ്പോൾ പറയാനായിട്ട് മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരാൾ ഒന്ന് പറയാം? സിംഗറാണെങ്കിൽ ഉറപ്പായിട്ടും സിംഗർ എനിക്ക് ചിത്രാമ്മ തന്നെയാണ്. കാരണം ഞാൻ കൂടുതൽ എനിക്ക് തോന്നുന്നു അത് തന്നെയാണല്ലേ പറയാനുണ്ടാവുക. എന്തായാലും ഏതൊരു മലയാളിക്കും ഏറ്റവും ആദ്യം വരുന്നൊരു പേര്. ഇപ്പം പണ്ട് സുശീലാമ്മയുടെ പാട്ടിലാണ് ഞാൻ കൂടുതൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ആ സമയത്ത് എൻ്റെ വോയിസ് സുശീലാമ്മയുടെ വോയിസ് പോലെ ഉണ്ടെന്നുള്ളൊരു സമയം എൻ്റെ ടീച്ചേഴ്സൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ സുശീലാമ്മയുടെ പാട്ടുകൾ പാടുമായിരുന്നു. ഇപ്പം കുറച്ചൊന്ന് മുതിർന്നപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ചിത്രാമ്മയുടെ പാട്ടുകൾ കുറച്ചുകൂടെ എനിക്ക് പാടാൻ ഇഷ്ടമാണ്. കുറച്ചുകൂടെ സൗണ്ട് നമുക്കും കേൾക്കുമ്പോൾ ഒരു എന്താ പറയാ ലൈറ്റ് വോയിസ് അങ്ങനെ. എനിക്കറിയില്ല, ഇനിയിപ്പോൾ എപ്പിസോങ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നമുക്കങ്ങനെ അറിയില്ല. ഞാനിപ്പോൾ കേട്ടപ്പോൾ എനിക്കത് ലൈറ്റ് സോങ്, അപ്പം അതുകൊണ്ട് ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ ആണ് അത് കറക്റ്റ് ആയിരിക്കും അല്ലേ? അപ്പം കേൾക്കുമ്പോഴും ഒക്കെ ഞാൻ പണ്ട് തൊട്ടേ കൂടുതൽ ഈ മെലഡീസൊക്കെ പാടുന്നതുകൊണ്ടും ചിത്രമ്മയുടെ അങ്ങനത്തെ പാട്ടുകളാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ കവേഴ്സ് ആയാലും പണ്ട് തൊട്ടേ ചെയ്യുന്നതും കൂടുതൽ കേൾക്കുന്നതും. അപ്പം എന്തുകൊണ്ടും എനിക്കൊരു റോൾ മോഡൽ എന്ന് പണ്ട് തൊട്ടേ ചോദിക്കുമ്പോഴുള്ളൊരു പേര് ചിത്രാമ്മയുടെ തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് പല പാട്ടുകാരുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ തന്നെ പാടിക്കൊണ്ടിരിക്കുന്ന പല സിംഗേഴ്സും ഓരോരുത്തരുടെ അടുത്തുനിന്നും നമുക്ക് പുതിയ പുതിയ പഠിക്കാനുണ്ട്. ഇൻസ്പയർഡ് ആവാനുണ്ട്, മോട്ടിവേറ്റഡ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ പാടിക്കൊണ്ടിരിക്കുന്ന സിംഗേഴ്സിൻ്റെ ആയാലും നമ്മുടെ സീനിയേഴ്സിൻ്റെ ആയാലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വേറെ പല സിംഗേഴ്സിൻ്റെ ആയാലും ഓരോരുത്തരുടെ അടുത്തുനിന്നും ഓരോ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇപ്പം ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ വേറൊരു സിംഗർ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ മനസ്സിലേക്ക് വരിക, അതുപോലെ നമുക്കൊന്ന് പെർഫോം ചെയ്യണം അങ്ങനെ. ഓക്കെ ഓക്കെ. സ്വന്തം ബാൻഡ് ഉണ്ടോ? അതെ, നമുക്ക് പ്രോജക്റ്റ് GS എന്ന് പറഞ്ഞ സ്വന്തം ബാൻഡ് ഉണ്ട്. ഓക്കെ. GS ഗൗതം ആൻഡ് സോണി, അതാണ് പ്രോജക്റ്റ് GS. ഹസ്ബൻഡ് കീബോർഡിസ്റ്റാണ്, മ്യൂസിക് ഡയറക്ടറാണ്. ഇപ്പം നമ്മുടെ ബാൻഡിൽ കീബോർഡിസ്റ്റാണ്. അതായത് നമ്മൾ പുറത്ത് ഷോസിനൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ ദുബായ്, ന്യൂസിലാൻഡ്, ബഹ്റിൻ, ഖത്തർ, അവിടെ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അവിടുത്തെ മെയിനായിട്ടും ഇപ്പോൾ നാട്ടിലെ വ്യൂവേഴ്സും നമ്മുടെ പുറത്തെ വ്യൂവേഴ്സും അവർ ഓഫ് കോഴ്സ് മലയാളീസ് ആണ്, എങ്കിലും അവർ തമ്മിലുള്ളൊരു വ്യത്യാസം എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നാട്ടിലാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇപ്പം കോളേജസിലൊക്കെ നമ്മൾ ഷോസൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര ഒരു തട്ടുമുട്ട് പാട്ടുകൾ, പുതിയ പാട്ടുകളായിരിക്കും അവർ കൂടുതൽ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നത്. ഇപ്പം പുറത്ത് പോയിട്ട് ഷോ ചെയ്ത സമയത്ത് ഇപ്പം നമ്മളൊരു അൺപ്ലഗ്ഡ് മെലഡി സെഷൻ വെച്ചാലും അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇരിക്കും. പിന്നെ പഴയ പാട്ടുകളാണ് റിക്വസ്റ്റിലൊക്കെ കൂടുതൽ വരുന്നത് ഷോസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ മലയാളികളാണ് നമ്മളെല്ലാ പഴയതായാലും പുതിയതായാലും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് കൊടുത്താൽ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ആൾക്കാരനെയാണ് മലയാളികൾ. അപ്പം ഒരു വ്യത്യാസം തോന്നിയത് നാട്ടിലാകുമ്പോൾ പുതിയ പാട്ടുകളാണ് കൂടുതൽ റിക്വസ്റ്റ് വരാറ്, പുറത്താകുമ്പോൾ
പഴയ പാട്ടുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. നമ്മൾ ഈ പുറത്തൊക്കെ പാടാൻ പോകുമ്പോൾ ഓഫ് കോഴ്സ് വേറെ വലിയ വലിയ ആൾക്കാരുടെ കൂടെ അങ്ങനെയൊക്കെ പാടാൻ പോകുമ്പോൾ പറയുന്ന കേട്ടിട്ടുണ്ട്. നമ്മൾ മുൻപ് അഞ്ജു ആയിട്ട് നമ്മൾ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ആ ഇൻ്റർവ്യൂ ടൈമിലൊക്കെ പറയുന്നുണ്ട് ചില സമയത്തൊക്കെ മുന്നേ നമുക്ക് ആ പാടുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും വിഷമതകളോ കാര്യങ്ങളൊക്കെയോ സോണിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും തുടക്കം സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും? ഇല്ല, ഞാനിപ്പം എൻ്റെ കൂടെ ഞാൻ പെർഫോം ചെയ്ത എൻ്റെ കോ ആർട്ടിസ്റ്റുകളായാലും ഇപ്പം ഇതുപോലെ വലിയ സിംഗേഴ്സ് ആയാലും മ്യൂസീഷ്യൻസ് ആയാലും ഒക്കെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ്. അതെ അതെ അതെ. അല്ല, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് പേര് എനിക്ക് നേരിട്ടും അറിയാം. പക്ഷേ ഈ സൗന്ദര്യം എന്താ പറയാ അതൊരു ബാധകമായിട്ടൊക്കെ അതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അതിനിറങ്ങുമ്പോൾ എന്താ പറയാ അങ്ങനെ ആൾക്കാരുടെ ഇതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അവര് എന്താ പറയാ എനിക്കതൊരു പണ്ട് തൊട്ടേ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു ഫാക്ടർ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ എത്ര അതൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഒരു കാരണമായിട്ട് ഇന്നും പലരും അത് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ അവർ നേരിട്ട് നമ്മളോട് കാണിക്കുന്നില്ലെങ്കിലും ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നേരിട്ട് അവർ ഭയങ്കര വെൽക്കമിങ് ആയിരിക്കും. പക്ഷെ പിന്നീട് അല്ലെങ്കിൽ അവരുടെ ആ പ്രോഗ്രാമിന് ശേഷം പിന്നീട് ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ അന്ന് എന്നോട് സംസാരിച്ചിരുന്ന ആൾ ഇങ്ങനെയല്ലല്ലോ എന്നുള്ള രീതിക്ക് അവർ മാറ്റങ്ങൾ വരെ വന്നിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പലരും. അതായത് ഇപ്പം എത്ര നമ്മൾ ഇങ്ങനത്തെ ടൈമിലും ഒക്കെ ആയിരിക്കും പിന്നെ അവരായിട്ടൊരു അതപ്പം നമ്മളും ചിന്തിക്കും ഇനിയിപ്പോൾ നമ്മളെന്തെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ എന്താ കാരണം എന്ന് പോലും നമുക്കറിയില്ല. അത് ഓരോരുത്തരും ഓരോ തരത്തിലാണ്. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മനസ്സിനെ ഒന്ന് ശരിയാക്കി വെക്കുക. അത്രേ ഉള്ളൂ സംഭവം. ഇപ്പം പെട്ടെന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും എങ്ങനെയാണ് ഹിന്ദി സോങ്സ് മലയാളം സോങ്സ് അങ്ങനെ നോക്കാറുണ്ടോ? കൂടുതലും പാടുന്നത് മീൻസ് മെലഡീസ് ആയാലും ഇപ്പം ഹിന്ദി മലയാളം അങ്ങനെ? ഞാൻ മലയാളം തമിഴാണ് കൂടുതൽ പാടാറ്. ഹിന്ദിയും പാടാറുണ്ട്. പക്ഷെ എനിക്ക് തമിഴ് ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ തമിഴ് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു അപ്കമിങ് മൂവിയിൽ ഷീറോ എന്ന് പറഞ്ഞ ഒരു മൂവി. സോണിക്ക് തമിഴും അറിയാം അല്ലേ? എനിക്ക് അത്യാവശ്യം, കാരണം എൻ്റെ അമ്മയുടെ വീട് നീലഗിരിയാണ്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിനടുത്തൊക്കെ തമിഴ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറുപ്പം തൊട്ട് ഇങ്ങനെ വീട്ടിലായാലും തമാശയ്ക്ക് ഇങ്ങനെ തമിഴിൽ സംസാരിക്കും. പിന്നെ കുറേ തമിഴ് സിനിമകൾ കാണും, പാട്ടുകൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ എഴുതാറുണ്ട്. എഴുതാൻ അറിയാം, തമിഴ് എഴുതാൻ അറിയില്ല. ഞാനത് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് എഴുതുക. ഓക്കെ ഓക്കെ. പക്ഷെ തമിഴ് വേർഡ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ അറിയുന്നുണ്ട് അത് അങ്ങനെ എഴുതുന്നു മാത്രം. അതെ, അപ്പം മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഞാനത് തമിഴിൽ എഴുതും. ഇപ്പം ഏകദേശം ഒരു എത്രത്തോളം മറ്റേ വരികൾ എഴുതിയിട്ടുണ്ട് പാട്ടിന്? ഞാനൊരു 10-25 പാട്ടുകൾ ഓൾറെഡി ഇൻഡിപെൻഡൻറ്റ് സോങ്സിന് എഴുതി. 2 സിനിമയ്ക്ക് എഴുതി. കൂടൽ എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ട് എഴുതി. കൂടൽ. പിന്നെ ആഘോഷം എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് മ്യൂസിക് ചെയ്ത് ഞാൻ തന്നെ പാടി പാട്ട് ഞാനാണ് എഴുതിയത്. അതേതാ ആ സോങ്? ആഘോഷം എന്ന് പറഞ്ഞ സിനിമയിൽ. ആകാശമരികിൽ ചേർന്ന നിമിഷം താരങ്ങൾ തുണയായി വന്ന നിമിഷം നീ ദൂരെ ദൂരെയെങ്കിലും ഇൻചാരേ അറിയാതെ പെയ്തു നീർക്കണം മിഴിയോരം പ്രണയം പൂവിട്ട നേരം മധുരം നിന്നോർമ്മ എന്നിൽ ഹൃദയം സ്നേഹാർദ്രഗാനം നുകരാൻ വെമ്പുന്നുവോ. ബ്യൂട്ടിഫുൾ വരികളും ആലാപനവും. നമ്മളിതിങ്ങനെ സിംഗേഴ്സ് വരുമ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോഴേക്കും കൊള്ളാം കൊള്ളാം അങ്ങനെയല്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, നമുക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് ഒരു ഇത് ഫീൽ ചെയ്യുമല്ലോ. എനിക്ക് ചെറുപ്പം തൊട്ട് ഞങ്ങൾ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ഡാഡിയൊക്കെ അത്യാവശ്യം എഴുതും, അമ്മ എഴുതും, നന്നായിട്ട് വായിക്കും ചെയ്യും. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും എഴുത്തുകാരിയാണ്. അമ്മ മലയാളം ടീച്ചറാണ്. അമ്മ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം ചെറുപ്പം തൊട്ട് എൻ്റെ അമ്മ ഞങ്ങളുടെ എല്ലാവരുടെ, ഞങ്ങൾ 4 പേരാണ് വീട്ടിൽ. 2 ചേച്ചിമാരും 1 അനിയത്തിയാണ് എനിക്ക്. അപ്പം ഞങ്ങൾ 4 പേരെയും ലാംഗ്വേജ്
അതായത് നമ്മുടെ മലയാളം തന്നെയാണ് ഞങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പം ഈ വെക്കേഷൻ ടൈമിലൊക്കെ അമ്മ ഓരോ സബ്ജക്റ്റൊക്കെ തരും. ലൈക്ക് അമ്മ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് തന്നിട്ട് പോകും, 4 പേരും ഓരോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെറിയൊരു കവിതയോ കഥയോ ഈ സബ്ജക്റ്റിലൊന്ന് എഴുതി നോക്കുക. അങ്ങനെ അത്രയും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു പണ്ട് തൊട്ടേ, ഇപ്പോൾ വായിക്കാനാണെങ്കിലും. അപ്പം അത് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ ചേച്ചിമാരാണെങ്കിലും ഒക്കെ എഴുതും. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു എൻ്റെ ഒരു മേഖല ഇങ്ങനെ ആയിപ്പോയപ്പം പാട്ട് പാടുന്നതിന് കൂടെ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ പാട്ടുകൾ ഒരുപാട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം എഴുതി വെച്ച പാട്ടുകളൊക്കെ പുതിയ പാട്ടുകളായിട്ട് നിങ്ങൾക്ക് ഒരു ആൽബം ഇറക്കണമെങ്കിലൊന്നും പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല അല്ലേ? ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഞങ്ങളുടെ വിഷ്വലിൽ ഞങ്ങളുടെ പാട്ട് തന്നെയാണ്. അതൊരു ഒരാഴ്ച മുമ്പ് പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ 2 പേരും മ്യൂസീഷ്യൻസ് ആണ്, അപ്പോൾ വേറൊരു പാട്ട് എന്തിനാ നമ്മുടെ ആൽബത്തിലേക്ക് എടുക്കുന്നത്, നമുക്ക് തന്നെ ഒരു പാട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി, ഗൗതം കമ്പോസ് ചെയ്ത് ഞാനും അഭയ് എന്ന് പറഞ്ഞ സിംഗറും കൂടിയാണ് പാടിയത്. ഓക്കെ വളരെ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സിംഗേഴ്സിനും ഒരു ഡ്രീം ഉണ്ടാവും അല്ലേ? നമുക്കിപ്പം നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നു, മൂവീസിൽ പാടിക്കൊണ്ടിരിക്കുന്നു, ആൽബം, കവർ സോങ്സ്, അങ്ങനെ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ മൈൻഡിൽ നമുക്ക് ഒരു ഡ്രീം ഉണ്ടാവും, ഇതൊന്ന് കിട്ടിയാൽ കൊള്ളാം. ഡ്രീം നമുക്ക് ഒരിക്കലും തീരില്ല കേട്ടോ, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എങ്കിലും ഇപ്പം സോണിക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് എന്താണ്? ഒരുപാട് പാട്ടുകൾ പാടുക എന്നുള്ളത് തന്നെയാണ് വലിയ ഡ്രീം. അതായത് ആളുകൾ ഓർത്തിരിക്കണം, എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ഓർത്തിരിക്കണം നല്ല പാട്ടുകളുടെ ഭാഗമാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഒരു വലിയ ഡ്രീമും അത് തന്നെയാണ്. പണ്ട് ചോദിച്ചിരുന്നെങ്കിൽ ഏറ്റവും വലിയ ഡ്രീം ഒരു സിനിമയിൽ പാടണം എന്നായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഡ്രീം. നമ്മളൊരു പിന്നണി ഗായിക ചെറുപ്പം തൊട്ടേ നമ്മൾ പാടുമ്പോഴൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും ഒക്കെ സിനിമയിലൊക്കെ പാടാൻ പറ്റട്ടെ, ഒരു പിന്നണി ഗായിക ആവട്ടെ എന്ന് നമ്മുടെ അടുത്ത് പറയുമ്പം അത് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ബഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി, സിനിമയിൽ പാടാൻ പറ്റി. അപ്പം അതായത് ആ ഒരു ആഗ്രഹം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിനേക്കാളും മേളിലാണ് ആഗ്രഹിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നിൽക്കുന്നേ ഇല്ല, നമ്മൾ വീണ്ടും അതിൻ്റെ മേളിലേക്ക് ആഗ്രഹിക്കും. അപ്പം ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് നല്ല പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം ഒരു പാട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ ചോദിക്കും, പാട്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. നമുക്കുള്ള പാട്ടാണെങ്കിൽ അത് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ നല്ല നല്ല പാട്ടുകൾ പാടാൻ കഴിയണം എന്നാണ് ആഗ്രഹം. അതെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ സോങ്സ് പാടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അത് ചെറിയ ആഗ്രഹമൊന്നുമല്ല, റഹ്മാൻ സാറിൻ്റെ ഒരു പാട്ട് പാടുന്നത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. ഒരു വട്ടം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട്. ഒരു ചെറിയ ഒരു വരിയാണെങ്കിൽ പോലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. അപ്പം ഞാൻ ജെയ്ക്ക് സാറിൻ്റെ വർക്കിൽ സ്ഥിരമായിട്ട് പാടുന്നുണ്ട്. അതായത് സിനിമകളുടെ സ്കോറിലാണെങ്കിലും പാട്ടുകളുടെ കോറസിലാണെങ്കിലും ട്രാക്കാണെങ്കിലും ആഡ്സ് ആണെങ്കിലും ഒക്കെ ഇപ്പം ജെയ്ക്ക് സാറിന്റെ വർക്കിന്റെ ഭാഗം അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ലോകയിലൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട്. അപ്പം അത് ഇപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സാറിൻ്റെ ഒരു സോളോ പാട്ട് പെട്ടെന്ന് പാടാൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അയച്ചു കൊടുക്കാം ഇന്റർവ്യൂ ഇറങ്ങുമ്പോൾ. അതെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എനിക്ക് അതൊന്ന് വേഗം ഒന്ന് റെഡിയാക്കി തരണം എന്നുള്ള. പിന്നെ ഹിഷാമിക, കൈലാസ് മേനൻ, ഗോവിന്ദ് വസന്ത ഇവരുടെയൊക്കെ പാടിയിട്ടുണ്ടോ? ഇവരുടെയൊക്കെ നമ്മൾ അവരുടെ സിനിമയുടെ ഓരോ ഇപ്പൊ കോറസ് ആണെങ്കിലും സ്കോർ ആണെങ്കിലും ഭാഗമാവാറുണ്ട് ഉണ്ട് അല്ലേ? അങ്ങനെയാണല്ലോ ഓരോ ഗായികമാരും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. തീർച്ചയായിട്ടും അല്ലേ? നമുക്ക് പെട്ടെന്ന് ചിലപ്പം അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. നമ്മൾ ഈ ഗ്രൂമിംഗ് നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും എന്ന് പറയുന്ന പോലെ കുട്ടികൾ ചില സമയത്ത് ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ വരുന്ന പോലെ ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ അവരുടെ പാട്ടിന്റെ ഒരു വ്യത്യാസം അല്ലേ? നമുക്ക് പറഞ്ഞു തരുന്ന അവരിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ സോണി, എനിക്ക് കുറേ കാര്യങ്ങൾ സോണിയുടെ കാര്യങ്ങൾ കേൾക്കണം എന്നുണ്ട്, പക്ഷെ നമുക്കൊരു ടൈം ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ ഓഫ് കോഴ്സ്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിൽ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാനും നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. താങ്ക് യു ശ്രീജിത, താങ്ക് യു സോ മച്ച്. എൻ്റെ അവതരണമൊക്കെ അടിപൊളിയായിരുന്നു. വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എന്തോ എല്ലാവരും വരുമ്പോൾ ഞാനത് ചോദിക്കും. അല്ല, ടു ബി ഹോണസ്റ്റ് നല്ല കംഫർട്ടിംഗ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. ഓക്കെ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ഇച്ചിരിയും കൂടി ഒരു നല്ലൊരു അടിച്ചുപൊളി പാട്ട് എന്നാലും പറയല്ല, നല്ലൊരു ഇതായിട്ടുള്ളൊരു സോങ് പാടിയിട്ട് നമുക്ക് നിർത്താം. ഒരു പഴയ പാട്ടാണ്, ഒരു മാപ്പിളപ്പാട്ട് പോലത്തെ ഒരു പാട്ടാണ്.
കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്ത് വച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്ത് വച്ച വള കിലുക്കി മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മറുകുള്ളമിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്ത് വച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്ത് വച്ച വള കിലുക്കി. നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും അല്ലേ? ഓക്കെ സോണി, താങ്ക് യു. താങ്ക് യു.